Welcome to a quick review of India versus West Indies. Point number 1. Like we discussed in the preview, അവരുടെ ഓപ്പണിംഗ് വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആദ്യത്തെ 5 ഓവറിൽ നിന്ന് അവർ വെറും 35 റൺസാണ് സ്കോർ ചെയ്തത്. 6ാമത്തെ ഓവറിൽ 10 റൺസ് സ്കോർ ചെയ്ത് പവർ പ്ലേയിൽ 45 റൺസ് വിക്കറ്റ് പോകാതെ നേടിയെങ്കിലും ഷായ് ഹോപ്പിന്റെ 33 പന്തുകളിൽ 32 റൺസ് എടുത്ത ഇന്നിങ്സാണ് ഇന്നലത്തെ മത്സരത്തിൽ ഒരു വഴിത്തിരിവായത്. ഓപ്പണിംഗ് കുറച്ചും കൂടെ ഒന്ന് അടിച്ച് കളിച്ചിരുന്നെങ്കിൽ ഒരു 10-20 റൺസും കൂടെ അവർക്ക് ടോട്ടൽ ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. പോയിന്റ് നമ്പർ 2, സഞ്ജു സാംസനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊരു വീഡിയോ കൂടെ ചെയ്യണം. എത്ര പറഞ്ഞാലും മതി വരില്ല ആ ഇന്നിങ്സിനെ പറ്റിയിട്ട്. വളരെ പക്വതയോടെ കളിച്ച ഇന്നിങ്സ്. പിന്നെ പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ശിവൻ ദുബെയുടെ ഇന്നിങ്സാണ്. അധികം ആരും പറഞ്ഞേ കേട്ടില്ല. പക്ഷേ ഒരു 10 ബോളിൽ 17 റൺസ് സിറ്റുവേഷനിൽ വന്ന് 2 ബൗണ്ടറി അടിച്ച നമ്മുടെയൊക്കെ ടെൻഷൻ കുറച്ചതും മാച്ച് ആ ഒരു വിന്നിങ് ഇതിലോട്ട് വീണ്ടും തിരിച്ചെത്തിയതും ശിവൻ ദുബെയുടെ ഇന്നിങ്സ് കൊണ്ടാണ്. പോയിന്റ് നമ്പർ 3 ഞാൻ പറയുന്നത്, ഇന്നലത്തെ പ്രിവ്യൂ ഞാൻ പറഞ്ഞിരുന്നു, ഹെറ്റ്മെയർ ആൻഡ് റുത്തർഫോർഡ് അവർ രണ്ടുപേരും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ എന്നായിരുന്നു. അപ്പോൾ അവരുടെ വിക്കറ്റ് എടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള ബൗളേഴ്സായിട്ട് ഞാൻ പറഞ്ഞത് ഹർദിക് പാണ്ഡ്യയും ബുംറയാണ്. ഇവർ തന്നെയാണ്. ബുംറയാണ് ഹെറ്റ്മെയറിൻ്റെ വിക്കറ്റ് എടുത്തത്, ഹർദിക് ആയിരുന്നു റുത്തർഫോർഡ് വിക്കറ്റ് എടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ ഈ മത്സരത്തിനെ സംബന്ധിച്ച്. നിങ്ങളുടെ പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.